Good morning, students. In this class, we will start with our module 3. In this module, we discuss about the HTML elements in detail. What do you mean by HTML element? An HTML element is defined by a starting tag. If the element contains other content, it ends with a closing tag where the element name is preceded by a forward slash as shown below with few tags. നമ്മൾ ടാഗ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. ഈ ടാഗ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടാഗും അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എൻഡിങ് ടാഗും മസ്റ്റായിട്ടും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ടാഗും എൻഡിങ് ടാഗും യൂസ് ചെയ്യുന്ന അതിന് ഡിഫൈൻ ചെയ്യുന്ന നെയിമാണ് HTML എലമെൻറ്റ്. നമുക്ക് ഫ്യൂ HTML എലമെൻറ്റ്സ് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ടാഗായിട്ട് ഫസ്റ്റ് വൺ P ടാഗ്. P ടാഗ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് പാരഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് P ടാഗ് യൂസ് ചെയ്യുന്നത്. ഇൻസൈഡ് ദ P ടാഗ് വി ഹാവ് ടു റൈറ്റ് അവർ കണ്ടൻറ്റ്. ദിസ് ഈസ് പാരഗ്രാഫ് കണ്ടൻറ്റ്. ദെൻ വി ഹാവ് ടു എൻഡ് അവർ P ടാഗ്. എൻഡ് ടാഗ് യൂസ് ചെയ്യുന്നത് ഫോർവേഡ് സ്ലാഷ് ക്യാരക്ടർ യൂസ് ചെയ്തിട്ടാണ് എൻഡ് ടാഗ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ടാഗ് ജസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുന്നു P angle brackets. Inside the angle brackets we have to write the P tag, then the content of the paragraph, then after that we have to close the P tag with the forward slash character. Then another example is we already discussed there are different heading styles in HTML document, H1 to H6. H1 tag നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, then this is heading content, then after the heading content we have to close the H1 tag with the forward slash character slash forward then H1. Okay, then another start tag div is used for the division content. Div start tag is opened and then write the content of the division, then after that closing the division tag with the forward slash character. So here P tag, starting tag P and ending tag P is an HTML element. Then H1 with the forward slash character H1, starting and ending H1 tag, it is another HTML element. Then there are some other HTML elements which don't need to be closed, such as image tag, horizontal ruler HR tag and break tag elements. These are known as void elements. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു സം ഓഫ് ദ ടാഗ്സ് നമുക്ക് ഡോണ്ട് നീഡ് ടു ബി ക്ലോസ് ചെയ്യാതെ നമുക്ക് ചില ടാഗ്സ് യൂസ് ചെയ്യാനായിട്ട് HTML പറ്റും. അങ്ങനെയുള്ള ടാഗ്സിന് പറയുന്ന നെയിമാണ് വോയിഡ് എലമെൻറ്റ്സ്. എക്സാമ്പിൾ IMG ടാഗ്, ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് IMG ടാഗ് യൂസ് ചെയ്യുന്നത്. IMG ടാഗ് ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റൂൾ ലൈൻ ഉണ്ട്. ബ്രേക്ക് ടാഗ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ന്യൂ ഒരു ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് ടാഗ് ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ദീസ് ആർ നോൺ ആസ് വോയിഡ് എലമെൻറ്റ്സ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, HTML tag versus elements. What do you mean by HTML tag? HTML tag is starts with a angle brackets. Okay, then what is HTML element? It is defined by a starting tag. If the element contains other content, it ends with a closing tag. ഇപ്പോൾ HTML ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന HTML ഡോക്യുമെൻറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് തിങ്സ് ഉണ്ട്. അത് നമുക്കൊരു ടാഗായിട്ട് പറയാം. ഈ ടാഗ് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ്സിനകത്തായിരിക്കും ടാഗ് ഡിസ്പ്ലേ ചെയ്യുക. ദെൻ HTML എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. ആ എലമെൻറ്റ്സിൽ നമ്മൾ ആ സ്റ്റാർട്ടിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയ്ക്ക് എഴുതുന്ന എലമെൻറ്റ്സ് ആണ് HTML എലമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, P is starting tag of a paragraph and /P is a closing tag of the same paragraph. But P, this is paragraph, and /P, this is a paragraph element. Okay, P എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു P ടാഗാണ്, പാരഗ്രാഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്. ഇൻസൈഡ് ദാറ്റ് ടാഗ് വി ഹാവ് ടു
start with p tag and then write the content of the paragraph. Then after that we have to close that p tag. അതുപോലെ സ്റ്റാർട്ടിംഗ് ടാഗും അതുപോലെ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് എഴുതുന്നു, ദെൻ ആ പി ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതാണ് ഒരു പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടാഗ് വിത്ത് കണ്ടൻറ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ക്ലോസിംഗ് ദാറ്റ് ടാഗ്. ഓക്കെ. Then attributes. We have seen few HTML tags and their usage like heading tags, h1 to h2, and paragraph tag, p tag, and other tags. We used them so far in their simplest form, but most of the HTML tag can also have some attributes which are extra bits of information. നമ്മൾ ഒരു HTML ടാഗ് യൂസ് ചെയ്യുമ്പം ആ HTML ടാഗിന് സം അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടാഗിന് പറയുന്ന നെയിമാണ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് കൊടുക്കുന്നു. അപ്പോൾ പി ടാഗിൽ നമ്മൾ അതിനകത്ത് പാരഗ്രാഫ് കണ്ടൻറ്റ് ഓഫ് ദ പാരഗ്രാഫ് എഴുതുന്നു. ആ പി ടാഗിന് നമുക്ക് അലൈൻമെൻറ്റ് കൊടുക്കാം. അപ്പോൾ ആ പി ടാഗിനകത്ത് നമ്മൾ എഴുതുന്ന ടാഗ്സുകളാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അത് എക്സ്ട്രാ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ്, നമ്മൾ ആഡ് ചെയ്യാണ്, കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ്. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പാരഗ്രാഫ് എങ്ങനെ വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. ആ എലമെൻറ്റ്സിന് പറയുന്ന നെയിമാണ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മളൊരു ഫോണ്ട്, ഒരു ടെക്സ്റ്റ് എഴുതി അതിൻ്റെ ഫോണ്ട് എന്നുള്ളൊരു ടാഗ് എടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ട് ടാഗിൽ നമുക്ക് ഫോണ്ട് സൈസ് സെറ്റ് ചെയ്യാം, ഫോണ്ട് കളർ സെറ്റ് ചെയ്യാം, അതുപോലെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻഫർമേഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആ സ്പെഷ്യൽ ഇൻഫർമേഷൻസ് ആ ടാഗിൽ ആഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ഓൾ ആട്രിബ്യൂട്ട്സ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ HTML എലമെൻറ്റ് ആൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ എലമെൻറ്റ്സ് ഓപ്പണിംഗ് ടാഗ്. എല്ലാ എലമെൻറ്റ്സും നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സിനും ഓരോ ആട്രിബ്യൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ആട്രിബ്യൂട്ട്സ് എഴുതി കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുന്നു, ആ പാരഗ്രാഫ് പി ടാഗ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ നമ്മൾ ആ കണ്ടൻറ്റ് ഓഫ് ദ പാരഗ്രാഫ് എഴുതുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട് കൊടുക്കാം. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫിൻ്റെ ഒരു ആട്രിബ്യൂട്ടായിട്ട് അലൈൻ നമുക്ക് സെൻറ്റർ വേണോ, ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, അങ്ങനെ ഏത് അലൈൻമെൻറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കവിടെ സ്പെസിഫിക് ആയിട്ട് പറയാം. പിന്നെ ഒരു ആട്രിബ്യൂട്ടിന് ഒരു നെയിം എന്നുള്ള ഫീൽഡും ഉണ്ടാവും, അതുപോലെ തന്നെ വാല്യൂ എന്നുള്ള ഫീൽഡും ഉണ്ടാവും. ഓൾ ആട്രിബ്യൂട്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 പാർട്സ്, നെയിം ആൻഡ് വാല്യൂ. ആ ആട്രിബ്യൂട്ടിന് നെയിം എന്നുള്ളൊരു ഫീൽഡ് ഉണ്ടാവും, അതുപോലെ തന്നെ വാല്യൂ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽഡും ഉണ്ട്. ദ നെയിം ഈസ് ദ പ്രോപ്പർട്ടി വി വാണ്ട് ടു സെറ്റ്. നെയിം എന്ന് പറയുന്ന ആ ആട്രിബ്യൂട്ടിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, ആ പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നെയിം. ഫോർ എക്സാമ്പിൾ, ദ പാരഗ്രാഫ് പി എലമെൻറ്റ് ക്യാരീസ് ആൻ ആട്രിബ്യൂട്ട് ഹൂസ് നെയിം ഈസ് അലൈൻ. അപ്പോൾ നമ്മൾ പി ടാഗിനകത്ത് അലൈൻ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ആ അലൈൻ എന്ന് പറയുന്നതാണ് നെയിം ഓഫ് ദാറ്റ് ആട്രിബ്യൂട്ട്. ഇനി അതിന് നമുക്ക് ഒരു വാല്യൂ പറഞ്ഞു കൊടുക്കാം. അലൈൻമെൻറ്റ് ആണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് അലൈൻ ചെയ്യാം, റൈറ്റ് അലൈൻ ചെയ്യാം, ദെൻ സെൻറ്റർ അലൈൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ്, റൈറ്റ് ഓർ സെൻറ്റർ, വിച്ച് വി ക്യാൻ യൂസ് ടു ഇൻഡിക്കേറ്റ് ദ അലൈൻമെൻറ്റ് ഓഫ് എ പാരഗ്രാഫ് ഓൺ ദാറ്റ് പേജ്. അപ്പോൾ ആ പേജിന് നമുക്ക് പാരഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പാരഗ്രാഫിന് പർട്ടിക്കുലർ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ അലൈൻ എന്ന് പറയുന്ന നെയിം ഓഫ് ദാറ്റ് ആട്രിബ്യൂട്ട് ആൻഡ് വാല്യൂ മീൻസ് ലെഫ്റ്റ്, റൈറ്റ് ഓർ ജസ്റ്റിഫൈ, സെൻറ്റർ, etc. Okay. Then the value is what the value of the property to be set and always put within quotations. നമ്മൾ വാല്യൂ എൻറ്റർ ചെയ്യുമ്പം വാല്യൂ ഓൾവേസ് പുട്ട് വിത്തിൻ കൊട്ടേഷൻസ്. കൊട്ടേഷൻസിൻ്റെ അകത്തായിരിക്കണം നമ്മൾ വാല്യൂസ് എൻറ്റർ ചെയ്യാം. ദ ബിലോ എക്സാമ്പിൾ ഷോസ് 3 പോസിബിൾ വാല്യൂസ് ഓഫ് അലൈൻ ആട്രിബ്യൂട്ട്. അലൈൻ ആട്രിബ്യൂട്ടിന് നമുക്ക് 3 പോസിബിൾ വാല്യൂസ് മെൻഷൻ ചെയ്യാം. വാല്യൂ ഓഫ് അലൈൻ ആട്രിബ്യൂട്ട്സ് ആർ ലെഫ്റ്റ്, സെൻറ്റർ ആൻഡ് റൈറ്റ്. ലെഫ്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാം, ദെൻ റൈറ്റ്, ദെൻ സെൻറ്റർ. ഓക്കെ. ആട്രിബ്യൂട്ട് നെയിംസ് ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂസ് ആർ കേസ് ഇൻസെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹൗവർ ദ വേൾഡ് വൈഡ് വെബ് കോൺസോർഷ്യം റെക്കമെൻഡ്സ് ലോവർ കേസ് ആട്രിബ്യൂട്ട്സ് ഓർ ആട്രിബ്യൂട്ട് വാല്യൂസ്. നോർമലി HTML ഡോക്യുമെൻറ്റ്സിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യുമ്പം അത് നോർമലി ലോവർ കേസ് ആട്രിബ്യൂട്ട്സ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക.
കേസ് സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, അത് എറേഴ്സ് ഒന്നും വരില്ല. ബട്ട് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആ W3C റെക്കമെൻഡ് ചെയ്യുന്നത് ലോവർ കേസ് ആട്രിബ്യൂട്ട്സ് ആണ്. സോ വി റെക്കമെൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ്. ഓക്കെ, ദെൻ വൺ എക്സാമ്പിൾ, ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സും ഡിഫറെൻറ്റ് ടാഗ്സും ഡിഫറെൻറ്റ് HTML എലമെൻറ്റ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ എവറി HTML പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് ദിസ് ലൈൻ doc type HTML. Then HTML tag is starting here. After that head tag is using. Inside the head tag we have to use the title tag. Title tag is used for giving the title of the web page. Here the title name is align attribute example. ഒരു അലൈൻ എന്നുള്ള ഒരു ആട്രിബ്യൂട്ടിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ ഷോ ചെയ്തിരിക്കുന്നത്, റൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ഗീവ് ദ നെയിം ഓഫ് ദ ടൈറ്റിൽ ആസ് align attribute example. Then title bar is closed, title tag is closed, and after that head tag is closed. Okay, then we have to start our body tag. Inside the body tag we have to write the p tag. P tag is used for displaying the paragraph. പാരഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കണ്ടൻസ് എഴുതുന്നത് ബോഡി ടാഗിനകത്താണ്. അപ്പോൾ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ പി ടാഗ്. പി ടാഗിൽ നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് അലൈൻ. അലൈൻ എന്ന് പറഞ്ഞാൽ അലൈൻ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നു. അവിടെ നമ്മൾ ദെൻ വി റൈറ്റ് ദ അലൈൻ ആട്രിബ്യൂട്ട്. അലൈൻ ഈസ് ദ നെയിം ഓഫ് ദ ആട്രിബ്യൂട്ട് ആൻഡ് ഈക്വൽ ടു വി ഹാവ് ടു റൈറ്റ് ദ value of that attribute. That is here ലെഫ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ. അലൈൻ എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് ലെഫ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാല്യൂസ് നമ്മൾ കൊട്ടേഷൻ മാർക്സിൻ്റെ ഡബിൾ കോട്ട്സിന് അകത്തായിരിക്കണം പുട്ട് ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് പാരഗ്രാഫ് ദിസ് ഈസ് ലെഫ്റ്റ് അലൈൻഡ്. ദെൻ വി ക്ലോസ് ദ പി ടാഗ്. ഫസ്റ്റ് പി ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ second p tag. Second p tag we have to open that p tag, then its attribute, write the attribute, name of the attribute is align. Then equal to symbol is used for assigning the value. Value assign ചെയ്യാനായിട്ട് equal to എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. Then we have to write the value of that attribute within the double quotes operator. double quotesൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് എഴുതി. ഹിയർ ഇറ്റ് ഈസ് സെൻറ്റർ. സെൻറ്റർ എന്നുള്ള ആട്രിബ്യൂട്ട്, വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് ഇവിടെ സെൻറ്റർ ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ ദ കണ്ടൻറ്റ് ഓഫ് ദ പാരഗ്രാഫ് ദിസ് ഈസ് സെൻറ്റർ അലൈൻഡ്. ദെൻ വി ക്ലോസ് ദ പി ടാഗ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഓപ്പൺ ദ തേർഡ് പി ടാഗ് പി. ദെൻ റൈറ്റ് ദ ആട്രിബ്യൂട്ട് ഓഫ് ദ നെയിം അലൈൻ. അലൈൻ ഈക്വൽ ടു ഡബിൾ കോട്ട്സിനകത്ത് വാല്യൂ ഓഫ് ദാറ്റ് ആട്രിബ്യൂട്ട്. ഇവിടെ ഞാൻ വാല്യൂ കൊടുത്തിരിക്കുന്നത് റൈറ്റ് അലൈൻമെൻ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തേർഡ് പാരഗ്രാഫിന്. സോ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് ഈസ് റൈറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് അവർ തേർഡ് പാരഗ്രാഫ്. ദിസ് ഈസ് റൈറ്റ് അലൈൻഡ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ക്ലോസ് അവർ പി ടാഗ്. ഹിയർ 3 paragraphs are used in this program. First one alignment is left and the second paragraph's alignment is center. The third was right. Okay. And after that all the 3 paragraphs are completed. Then close the body tag. And after closing the body tag we have to close the HTML tag with the / character. അപ്പോൾ എവരി ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. സം ഓഫ് ദ ടാഗ്സിന് മാത്രം കുറച്ച് റെസ്ട്രിക്ഷൻസ്, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ടാഗ്സിന് മാത്രം ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിലും എറേഴ്സ് ഒന്നും കാണിക്കില്ല. അങ്ങനെയുള്ള ടാഗ്സിനാണ് നമ്മൾ വോയിഡ് എലമെൻറ്റ്സ് എന്ന് പറയുക. അങ്ങനെയുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടാഗ് ബ്രേക്ക് ടാഗാണ്. ബ്രേക്ക് ടാഗ് നമ്മൾ ന്യൂ സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ടാഗ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ IMG ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബാക്കി മോസ്റ്റ് ഓഫ് ദ ടാഗ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ഈ ഓപ്പൺ ടാഗ് ആൻഡ് ക്ലോസിങ് ടാഗ്. അത് ഓപ്പൺ ടാഗ് എഴുതി അതിൽ
ശേഷം ആഫ്റ്റർ ദ കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുന്നു, ദെൻ ക്ലോസ് ദാറ്റ് ടാഗ്. ഓക്കെ, അപ്പോൾ ഹിയർ നമ്മൾ 3 പാരഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പി ടാഗ് യൂസ് ചെയ്തിട്ട്. ദെൻ ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ അലൈൻ എന്നുള്ള പി ടാഗിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് അലൈൻ. ആ അലൈൻ എന്നുള്ള നെയിം ഓഫ് ദ ആട്രിബ്യൂട്ടാണ്. അതിന് അതുപോലെ തന്നെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യണം. വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് ലെഫ്റ്റ്, സെൻറ്റർ, ഇറ്റ് ക്യാൻ ബി ലെഫ്റ്റ്, സെൻറ്റർ ഓർ റൈറ്റ്. 3 വാല്യൂസ് നമുക്ക് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 പാരഗ്രാഫ്സ് ഇവിടെ, ഒരു പാരഗ്രാഫ് ലെഫ്റ്റ് ആയിട്ടും ഒരു പാരഗ്രാഫ് സെൻറ്റർ ആയിട്ടും ദെൻ ഒരു പാരഗ്രാഫ് റൈറ്റ് ആയിട്ടും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 പാരഗ്രാഫ്സ്, 3 സെൻറ്റൻസ് നമുക്ക് കാണാം. ഫസ്റ്റ് സെൻറ്റൻസ് ലെഫ്റ്റ് അലൈൻമെൻറ്റിലായിരിക്കും, സെക്കൻഡ് വൺ സെൻറ്റർ അലൈൻമെൻറ്റിലായിരിക്കും, തേർഡ് വൺ റൈറ്റ് അലൈൻമെൻറ്റ് ആയിരിക്കും. അങ്ങനെ 3 അലൈൻമെൻറ്റ്സിൽ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഷോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ? Then one question is what is attribute? After watching this video, you have to answer this question. What is attribute? Okay, thank you.